പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പടുത്തുയർത്തുമെന്നുള്ള ഈശോ മിശിഹായുടെ വാക്കുകളാണ് കത്തോലിക്ക തിരുസഭയെ നയിക്കാനായി ആദ്യ മാർപ്പാപ്പയായി പത്രോസ് ലീഹായെ ശിമയോൻ പത്രോസിനെ നിയമിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് സുവിശേഷ വായനയിൽ നാം ഇപ്പോൾ മനസ്സിലാക്കിയത്. ഈ സുവിശേഷ വായനയുടെ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയെ പാലിയം ധരിപ്പിക്കുന്ന ചടങ്ങിലേക്കാണ് പ്രവേശിക്കുക. പാലിയം ധരിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള വൈദിക കർദിനാളിൻ്റെ പ്രാർത്ഥനയുണ്ടാകും. ആ പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും അദ്ദേഹത്തിന് മുക്കുവൻ്റെ മോതിരം എന്നറിയപ്പെടുന്ന സ്ഥാനിക ചിഹ്നങ്ങളിലൊന്നായ അദ്ദേഹത്തിൻ്റെ മോതിരം അണിയിക്കൽ ചടങ്ങ് നടക്കുന്നത്. അതിനുശേഷമാണ് സുവിശേഷ സന്ദേശം ലയോ 14 മാർപ്പാപ്പ വിശ്വാസി സമൂഹത്തോടും ലോകം മുഴുവനുമായും സംവദിച്ചുകൊണ്ട് നൽകുകയും ചെയ്യുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ചടങ്ങുകളിൽ, മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. പരിശുദ്ധ കുർബാനയുടെ മധ്യേ സുവിശേഷ വായനയ്ക്ക് ശേഷം പാലിയം ധരിപ്പിച്ചുകൊണ്ട് ഒരു ഡീക്കൻ കർദിനാൾ അദ്ദേഹത്തെ പാലിയം, അതായത് സ്ഥാനിക വസ്ത്രം ധരിപ്പിക്കുന്നതിനുള്ള ഒരുക്കമായുള്ള പ്രാർത്ഥനയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഒന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ്. ഫാദർ ആന്റണി, ഒരുപക്ഷെ ഇപ്പൊ പാലിയം ധരിപ്പിക്കുന്നതും വലിയ മുക്കുവന്റെ മോതിരം ധരിപ്പിക്കുന്നതുമാണ് ഇതിലെ പ്രധാന ചടങ്ങ്. പക്ഷേ ലോകം അതോടൊപ്പം തന്നെ കാതോർത്തിരിക്കുന്നത് സുവിശേഷ സന്ദേശമാണെങ്കിലും ലിയോ 14 മാർപ്പാപ്പയ്ക്ക് ലോകത്തോട് എന്താണ് പറയാനുള്ളത് അത് കേൾക്കാനായിരിക്കും ഒരു പക്ഷേ ലോകമെമ്പാടുമുള്ള കത്തോലിക്കര് അപ്പുറത്തുള്ള ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് മാർപ്പാപ്പ അത്രയും ലോകത്തിൻ്റെ സ്നേഹം നേടിയ മാർപ്പാപ്പയാണ്. ആ മാർപ്പാപ്പയുടെ അതേ പാതയിലായിരിക്കുമോ, അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും പുതുതായിട്ട് ആഡ് ചെയ്യാനുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ സുവിശേഷ സന്ദേശത്തിൽ ഒരുപക്ഷെ പറയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായും. ഇന്നത്തെ ഈ സ്ഥാനാരോഹണ ചടങ്ങിൻ്റെ അല്ലെങ്കിൽ ഇനാഗുറൽ സെറിമണി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പുതിയ പൊന്തിഫിക്കേറ്റിൻ്റെ ലയോ 14 മാർപ്പാപ്പയുടെ പേപ്പസിയുടെ പൊന്റിഫിക്കേറ്റിൻ്റെ ഉദ്ഘാടന തിരുക്കർമ്മങ്ങളിലാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാരോഹണം എന്നുള്ള ഒരു വലിയ പേരൊന്നും ഇതിന് കൊടുക്കണ്ട എന്ന് വത്തിക്കാൻ തന്നെയും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഉദ്ഘാടന അല്ലെങ്കിൽ ഇനാഗുറൽ സെറിമണി എന്ന പേരിലും അറിയപ്പെടുന്നത്. അല്ല, ഒരു കാര്യമുണ്ട്. നേരത്തെ ഒരുപാട് കാലം മുമ്പ് മഞ്ചലിൽ കൊണ്ടുവന്ന് മാർപ്പാപ്പമാരെ വാഴിക്കുന്നതുണ്ടായിരുന്നു, രാജാക്കന്മാരെ വാഴിക്കുന്ന പോലെ. അതെല്ലാം വത്തിക്കാൻ ഉപേക്ഷിക്കുകയും ആഡംബരം ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇനോഗ്രൽ മാസ്, സ്ഥാനാരോഹണം രാജാക്കന്മാരെ പോലെ അങ്ങനെ ഒരു സംഭവമില്ല, മേക്ക് ഇറ്റ് സിമ്പിൾ, ലളിതം എന്നുള്ളത് വന്നത്. ശരിയല്ലേ? തീർച്ചയായും അത് നല്ലൊരു നിരീക്ഷണമാണ് കേട്ടോ. കാലാകാലങ്ങളായി പലതരത്തിൽ മാർപ്പാപ്പമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകളെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടും ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇടവന്നിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം എത്രമാത്രം സാധാരണക്കാരനെ പോലെ എന്നെ അടക്കണം, സംസ്കാര കർമ്മങ്ങൾ നിർവഹിക്കണമെന്ന് അദ്ദേഹം സാധാരണ മാർപ്പാപ്പമാരുടെ സംസ്കാര വിധികളെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ആഡംബരങ്ങളും ഒഴിവാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം പല കാര്യങ്ങളിലും ഒത്തിരിയേറെ ലളിതവത്കരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ചേർന്നു പോകുന്ന ഒന്നാണ് എന്നുള്ളത് സാന്ദർഭികമായി ഞാൻ ജെയിംസ് സാർ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകം മുഴുവൻ്റെയും വലിയ സ്നേഹവും ആദരവും പിടിച്ചു പറ്റിയതുപോലെ തന്നെയും ലയോ 14 മാർപ്പാപ്പയും അദ്ദേഹത്തിൻ്റെ പിൻഗാമി എന്ന നിലയിൽ നമുക്കിപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് പോലെ ഒരു പുതുയുഗത്തിൻ്റെ പിറവിയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും വകയില്ല. അത് ഞാൻ പറയാനൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വത്തിക്കാൻ ചത്തുരത്തിൽ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടിട്ട്, അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്താണ് മാമ്പേട്ടി എന്നു പേരുള്ള കർദിനാൾ തിരുസംഘത്തിൻ്റെ ഏറ്റവും മുതിർന്ന ഒരു കർദിനാൾ വത്തിക്കാൻ്റെ മട്ടുപ്പാവിൽ വന്നു നിന്നിട്ട് നമുക്കിതാ പുതിയൊരു മാർപ്പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തി കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ അമേരിക്കക്കാരനായ പെറുവിൽ ജീവിച്ച് മിഷൻ പ്രവർത്തനം ചെയ്ത ലയോ 14 എന്ന് പേര് സ്വീകരിച്ച
മാർപ്പാപ്പ മുൻപോട്ട് വന്ന് ആദ്യമേ പറഞ്ഞ വാക്കുകൾ തന്നെയും ഇതിനോട് ചേർന്ന് പോകുന്നതാണ് എന്ന് ഞാൻ കരുതുക. അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയാവോ? നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം എന്ന് പറഞ്ഞാണ് ലിയോ 14 മാർപ്പാപ്പ തൻ്റെ സന്ദേശം, ഇനാഗുറൽ മെസ്സേജ് ആരംഭിച്ചത് എന്നുള്ളതും ഇത്തരുണത്തിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം എന്ന് പറഞ്ഞ ലിയോ 14 മാർപ്പാപ്പ അതിനുശേഷം അവിടെ കൂടിയിരുന്ന എല്ലാവരെയും സല്യൂട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇത് ഉയർത്തെഴുന്നേറ്റ മിശിഹായുടെ ആദ്യത്തെ അഭിവാദനമാണ്. ഏത്? നിങ്ങൾക്ക് സമാധാനം എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നല്ല ഇടയൻ തൻ്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞവനാണ്. ഈ സമാധാന ആശംസ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എത്തട്ടെ, ഓരോ വ്യക്തിയിലേക്കും, അവർ എവിടെയായിരുന്നാലും ഓരോ ജനതയിലേക്കും, ഭൂമി മുഴുവനിലേക്കും എത്തട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു എന്ന് ലിയോ 14 മാർപ്പാപ്പയുടെ ആദ്യ വാക്കുകളാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇത് ഉയർത്തെഴുന്നേറ്റ മിശിഹായുടെ സമാധാനമാണ്. നിരായുധവും നിഷ്ക്രിയവുമാക്കുന്നതും വിനയവും സ്ഥിരോത്സാഹവുമുള്ള സമാധാനമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്ത വാക്കുകളും നമുക്കെല്ലാവർക്കും ഇത്തരുണത്തിൽ ഓർത്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. എന്ത്? സമാധാനം. പ്രശ്നകലുഷിതമായ ഈ ലോകത്തിന് സമാധാനം നൽകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഒരു പ്രീസ്റ്റ് കാർഡിനൽ, ഒരു വൈദിക കർദിനാൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസ നേർന്ന് ദൈവത്തിന് മാർപ്പാപ്പയെ സമർപ്പിക്കുന്ന ചടങ്ങാണ് പാലിയം സമർപ്പണത്തിന് ശേഷം പ്രാർത്ഥനയിലൂടെ നമ്മൾ കേൾക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് കാതോർക്കാം. Fidei genuit, Spiritus veritatis, quies Patre procedit, uberem inspirationem et eloquium tuo ministerio fratres in fidei unitate confirmandi largiatur. ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹത്തെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ തൃത്വൈക ദൈവത്തിനായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ, സ്ക്രീനിൽ കാണുന്നത് പോലെ അദ്ദേഹത്തെ പാലിയം അണിയിക്കുന്ന അതിശ്രേഷ്ഠമായ ഇന്നത്തെ ഈ ചടങ്ങുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ് നാം ഇപ്പോൾ കണ്ടത്. ആ പ്രാർത്ഥന ആശംസയ്ക്ക് ശേഷം പാലിയം അണിയിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയെ വിശ്വാസി സമൂഹത്തിന് മുഴുവനായും ലോകം മുഴുവനുള്ള സമാധാനത്തിൻ്റെ അപ്പോസ്തലനായി, ക്രിസ്തുവിൻ്റെ വികാരിയായി, പത്രോസിൻ്റെ 267 പിൻഗാമിയായി, സഭയെ നയിക്കാനായി നിയമിക്കുന്നതിൻ്റെ പരിശുദ്ധ കുർബാനയുടെ, പേപ്പസയുടെ ഉദ്ഘാടന കുർബാനയുടെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ പാലിയം അണിയിക്കൽ ചടങ്ങിലൂടെ നാം കണ്ടത്. മാർപ്പാപ്പയുടെ കഴുത്തിനു ചുറ്റും അണിയിച്ചിരിക്കുന്ന ആ വിശുദ്ധ വസ്ത്രത്തെയാണ് പാലിയം എന്ന് വിളിക്കുന്നത്. അത് സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് നാം കേൾക്കുന്നത്.